പ്രിയപ്പെട്ട കുട്ടികളെ, ലെമൺ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ LSSൻ്റെ 23ാമത്തെ ക്ലാസ്സാണ് നിങ്ങൾക്ക് നൽകുന്നത്. LSSൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വൺ വേർഡ് ചോദ്യമല്ല നിങ്ങൾക്ക് നൽകുന്നത്. പകരം 5 മാർക്കിന് വരുന്ന ചോദ്യത്തിൻ്റെ ഒരു മോഡലാണ് നൽകുന്നത്. നമുക്കെന്തായാലും ഒട്ടും സമയം കളയാതെ ചോദ്യത്തിലേക്ക് കിടക്കാം. കുട്ടികളെല്ലാവരും കൃത്യമായി ക്ലാസ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സ്കൂൾ വാർഷികാഘോഷത്തിന് സംഘനൃത്തം, ഒപ്പന, തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും 28 പേർ വീതം പങ്കെടുക്കുന്നുണ്ട്. സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 350 രൂപയും ഒപ്പന, തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 175 രൂപ വീതവും വേഷത്തിന് വാടകയായി കൊടുക്കണം. വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം? ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ലിസ്റ്റ് പോലെ എഴുതി വെക്കുക. ഒന്നാമത് എന്താ പറഞ്ഞേ? സ്കൂൾ വാർഷികാഘോഷത്തിന് സംഘനൃത്തം, ഒപ്പന, തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും 28 പേർ വീതം പങ്കെടുക്കുന്നുണ്ട്. സംഘനൃത്തം, ഒപ്പന, തിരുവാതിര എന്നീ 3 ഇനങ്ങളുണ്ട്. അതിൽ 3ലും 28 കുട്ടികൾ വീതമാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി. സംഘനൃത്തത്തിൽ 28 പേർ, തിരുവാതിര 28 പേർ, ഒപ്പന 28 പേർ. മനസ്സിലായല്ലോ? ഇനി എന്താണ് പറഞ്ഞേ? സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 350 രൂപ വീതവും. സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 350. ഇവിടെ എത്ര കുട്ടികളുണ്ട്? 28 കുട്ടികളുണ്ട്. അപ്പോൾ 28 കുട്ടികൾക്ക് എത്രയായിരിക്കും? 28 ഗുണിക്കണം 350. ഒപ്പന, തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 175 രൂപ വീതവും. ഇവിടെ തിരുവാതിര, ഒപ്പന ഇതിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 175. അപ്പോൾ 28 കുട്ടികൾക്ക് എന്തായിരിക്കും? 28 ഗുണിക്കണം 175. മനസ്സിലായില്ലേ? വീതവും വേഷത്തിന് വാടകയായി കൊടുക്കണം. വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം? ഇവിടെ സംഘനൃത്തത്തിന് ഒരു കുട്ടിക്കാണ് 350 രൂപ. 28 കുട്ടികളുടെ കാണണം നമുക്ക് വേണ്ടേ? അപ്പോൾ ഒരു കുട്ടിക്ക് 350 ആണെങ്കിൽ 28 കുട്ടികളുടെ കാണുമ്പോൾ എന്താണ്? 28 350 കൂട്ടണം. മനസ്സിലായില്ലേ? 350 350 350 അങ്ങനെ 28 തവണ കൂട്ടണം. അത് നമുക്ക് പറ്റുമോ? ഇവിടെ നിങ്ങളുടെ LSSൻ്റെ പേപ്പറിലാണ് കൂട്ടുന്നെങ്കിൽ ആ പേജ് മൊത്തം എടുക്കേണ്ടി വരും ഇല്ലേ? അപ്പോൾ അതിനുള്ള എളുപ്പവഴി എന്താണ്? 28 തവണ 350 കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 350നെ 28 കൊണ്ട് ഗുണിച്ചാൽ മതി. 28 ഗുണിക്കണം 350 ചെയ്താൽ മതി. മനസ്സിലായോ? ഒരു കുട്ടിക്കാണ് 350. 28 കുട്ടികളുടെ കാണണമെങ്കിൽ 28 തവണ 350 കൂട്ടണം. അതിനു പകരം 28 ഗുണിക്കണം 350 ചെയ്താൽ മതി. എത്രയാണ് ഉത്തരം? 9800 രൂപ കിട്ടും. മനസ്സിലായല്ലോ? രണ്ടാമത് തിരുവാതിരയും ഒപ്പനയുമാണ്. 28 കുട്ടികൾക്ക് 175 രൂപ വീതമാണ്. അപ്പോൾ 28 തവണ 175 കൂട്ടണ്ട, 28 ഗുണിക്കണം 175 ചെയ്താൽ മതി. എത്ര കിട്ടും? 4900 കിട്ടും. ഒപ്പനയ്ക്കും അതേപോലെ 4900 കിട്ടും. ഇപ്പം നമുക്ക് ഈ 3 ഇനങ്ങളുടെയും എമൗണ്ട് എത്രയാണെന്ന് കിട്ടി. എത്ര രൂപ വാടക കൊടുക്കണമെന്ന് കിട്ടി. ഇനി എന്താണ് കാണാൻ പറഞ്ഞേ? വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ ആകെ കാണാൻ എന്താ ചെയ്യേണ്ടേ? ഇവിടെ കിട്ടിയ 9800ഉം 4900ഉം ഒപ്പനയുടെ അടുത്തൊരു 4900 കൂടി കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആകെ കാണാൻ വേണ്ടി സംഘനൃത്തത്തിൻ്റെ പൈസയും തിരുവാതിരയുടെ പൈസയും ഒപ്പനയുടെ പൈസയും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ആലോചിക്കണം. എന്നിട്ട് കൂട്ടി എഴുതുക. എത്രയാണ്? 19600 ഇവിടെ ഗുണനത്തിൻ്റെയും കൂട്ടാനുള്ളതും ക്രിയയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ കുട്ടികൾ നേരത്തെ പഠിച്ച കാര്യമാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യുക? സ്വന്തമായി ആ ക്രിയകൾ ചെയ്തു നോക്കുക. കുട്ടികൾക്ക് ഇത് ചെയ്യേണ്ട രീതിയാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് ആകെ 19600 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ കുട്ടികൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ആദ്യമേ ഓരോ ഇനത്തിൻ്റെയും കുട്ടികളുടെ എണ്ണം എഴുതി 28. അതിനുശേഷം ഒരു കുട്ടിയുടെ എമൗണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്നും വായിച്ച് മനസ്സിലാക്കി 28 കുട്ടികൾക്ക് എത്ര വരുമെന്ന് കണ്ടുപിടിച്ചു. ആദ്യമേ 28 ഗുണിക്കണം 350 സംഘനൃത്തത്തിനും
28 ഗുണിക്കണം 175 തിരുവാതിരയ്ക്കും 28 ഗുണിക്കണം 175 ഒപ്പനയ്ക്കും. അങ്ങനെ എത്ര കിട്ടി? 19,600 എന്ന ഉത്തരത്തിലേക്ക് നമ്മളെത്തി. ഇങ്ങനൊരു ചോദ്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചോദ്യം വായിച്ച് നോക്കുക, മനസ്സിലാക്കി വായിക്കുക. നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ദൃശ്യങ്ങളൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിൽ ചോദ്യം വായിച്ചെഴുതിയാൽ ഉത്തരം സുഖമായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അതിൻ്റെ ബാക്കിയാണ്. നാടകത്തിൽ പങ്കെടുത്ത 8 കുട്ടികൾക്കും കൂടി വേഷത്തിന് 864 രൂപ ചെലവായി. ഇത് 8 പേരും തുല്യമായി വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം? അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, നാടകത്തിന് പങ്കെടുത്ത 8 കുട്ടികളാണ്. 8 കുട്ടികളുടെ ചിത്രം വരിക. അവർക്കെല്ലാവർക്കും കൂടി വേഷത്തിന് വാടകയ്ക്ക് 864 രൂപ ചിലവായി. ഇതവരെന്താ ചെയ്തേ? 864 രൂപ ആ 8 കുട്ടികളും തുല്യമായി വീതിച്ചിട്ട് കടയിൽ കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ 864 ഇനി 8 തുല്യമായി വീതിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 864 തുല്യമായി 8 ഭാഗങ്ങളാക്കി വീതിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. 864 8 കൊണ്ട് ഹരിച്ചാൽ മതി. എന്താ ഈ 864 8 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ? 864 8 ഭാഗിക്കുക. എന്ത് സംഖ്യ ആണെങ്കിലും ഭാഗിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഹരിക്കണം. ഇവിടെ ഹരണത്തിൻ്റെ ക്രിയ ചെയ്യാൻ നമ്മുടെ ചാനൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നില്ല. ഇവിടെ ഉത്തരം എത്രയാണ്? 108 ആണ്. 864 8 കൊണ്ട് ഹരിച്ചാൽ 108 കിട്ടും. അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര രൂപ ചിലവ് കൊടുക്കണം? 108 രൂപ കൊടുക്കണം. ഒരു കുട്ടി 108 രൂപ ഡ്രസ്സിൻ്റെ വാടക കൊടുത്താൽ, അങ്ങനെ 8 പേര് കൊടുത്താൽ എന്താകും? 864 രൂപയാകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 864 നമ്മൾ 8 ഡിവൈഡ് ചെയ്തു. ഇത്തരത്തിൽ സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിക്കാവുന്ന ചോദ്യമാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഈ ഒരു ചോദ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. കുട്ടികൾ എന്ത് ചെയ്യുക? ഈ മോഡൽ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് ഹരിച്ച് നോക്കുക, ഗുണനത്തിൻ്റെ ക്രിയ ചെയ്ത് നോക്കുക, കൂട്ടാനുള്ള ക്രിയ ചെയ്ത് നോക്കുക. ഗുണന പട്ടിക പഠിച്ചെങ്കിൽ മാത്രമേ ഗുണിക്കാനും ഹരിക്കാനും സാധിക്കുകയുള്ളൂ. അതൊക്കെ ഒന്ന് പഠിക്കുക. ശേഷം ഇത്തരം ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ചോദ്യം നന്നായിട്ട് വായിക്കുക, അതിനെ ഒരു ചിത്ര രൂപത്തിൽ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളാണിതൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചിത്ര രൂപത്തിൽ കൊണ്ടുവന്ന് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ കണക്ക് ഇതേപോലെ ക്ലാസ്സായിട്ട് കിട്ടണമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുക, അത് ക്ലാസ്സായിട്ട് നൽകുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി വരും വരേക്കും ബൈ.